ഇന്ന് നമുക്ക് ഒരു ഗുണപാഠ കഥ നോക്കാം. കൃഷ്ണനും എലിയും. ഒരിക്കൽ കൃഷ്ണൻ തൻ്റെ ഭക്തരുടെ ഒപ്പം വനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ എലി അവിടേക്ക് ഓടി വന്നു. പ്രാണരക്ഷാർത്ഥം അവൻ കൃഷ്ണന്റെ കാൽക്കൽ വന്നു വീണു. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ കൃഷ്ണ, അങ്ങ് എന്നെ രക്ഷിക്കണേ. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് നിന്റെ വിഷമം? നമുക്ക് എങ്ങനെയാണ് നിന്നെ സഹായിക്കാൻ കഴിയുക? ഒരു പൂച്ച എന്നെ കൊല്ലാനായി ഓടിക്കുകയാണ്. അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ അങ്ങ് എനിക്ക് ഒരു വരം നൽകാമോ? അവൻ ഭഗവാനോട് അപേക്ഷിച്ചു. എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? ഭഗവാൻ പുഞ്ചിരിയോടെ ചോദിച്ചു. എന്നെ ഒരു പുലിയാക്കി മാറ്റിയാലും. അങ്ങനെയാണെങ്കിൽ പൂച്ചകൾ എന്നെ കണ്ടാൽ ഭയന്നോടും. അവൻ തൻ്റെ ആഗ്രഹം അറിയിച്ചു. അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഭഗവാൻ എലിയെ അനുഗ്രഹിച്ചു. ഉടനെ എലി രൂപം മാറി ഒരു വലിയ പുലിയായി മാറി. അവൻ സന്തോഷത്തോടെ അവിടെ നിന്നും നടന്നകന്നു. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഭഗവാൻ വീണ്ടും ഭക്തർക്കൊപ്പം വനത്തിലെത്തി. അപ്പോൾ മരങ്ങളുടെ മറവിൽ നിന്നും ആ പുലി ഭഗവാന്റെ നേരെ ഓടി വന്നു. അവൻ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് തന്നെ രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഭഗവാൻ അവനോട് ഒരു ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു, അല്ലയോ സുഹൃത്തേ, പുലിയായുള്ള ജീവിതം എങ്ങനെ പോകുന്നു? അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നെ കുറേ മനുഷ്യർ അവർക്ക് ആപത്താണെന്ന് പറഞ്ഞ് കൊല്ലാനായി ഓടിക്കുകയാണ്. അങ്ങ് എന്നെ രക്ഷിക്കണേ. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇനി എങ്ങനെയാണ് ഞാൻ നിന്നെ സഹായിക്കേണ്ടത്? അവൻ അവശമായ തൻ്റെ മുഖത്ത് പ്രതീക്ഷ വിടർത്തിക്കൊണ്ട് അപേക്ഷിച്ചു, അങ്ങ് എന്നെ ഒരു ആനയാക്കി മാറ്റിയാലും. അപ്പോൾ മനുഷ്യർ എന്നെ പേടിച്ച് ഉപദ്രവിക്കാൻ വരികയില്ല. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ അനുഗ്രഹിച്ചു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. ഉടനെ തന്നെ പുലിയുടെ രൂപം മാറി അവൻ ഒരു ആനയായി മാറി. സന്തോഷം കൊണ്ട് അവൻ ചിഹ്നം വിളിച്ച് അവിടെ നിന്നും നടന്നുപോയി. കുറച്ച് ദിവസത്തിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ വനത്തിൽ വെച്ച് ആ ആനയെ കണ്ടുമുട്ടി. ഭയന്നു വിറച്ച് ക്ഷീണിതനായ അവൻ ഭഗവാനെ തൊഴുത് കരയാൻ തുടങ്ങി. ഭഗവാൻ അവനോട് കാരണം ചോദിച്ചു. അങ്ങയുടെ അനുഗ്രഹത്തിന് ശേഷം ഗ്രാമവാസികൾ എന്നെ കൊല്ലാൻ വന്നില്ല. പക്ഷേ അതുവഴി വന്ന ഒരു രാജാവ് എൻ്റെ കൊമ്പുകൾ കണ്ട് കൊതിച്ചു. അവ കൊണ്ടുചെല്ലാൻ ഭടന്മാരോട് കൽപ്പിച്ചു. ഇപ്പോൾ രാജഭടന്മാർ എന്നെ കൊന്ന് എൻ്റെ കൊമ്പുകൾ കൈക്കലാക്കാൻ നടക്കുകയാണ്. എന്നെ രക്ഷിക്കണേ ഭഗവാനെ. അവൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ഭഗവാൻ ഒരു പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു, രൂപം ഏതു തന്നെ പ്രാപിച്ചാലും നീ എന്നും ഒരു എലിയാണ് എന്ന് നീ അറിയുക. ഭയം എന്നത് നിന്റെ വികാരമാണ്. നിന്നേക്കാൾ ശക്തരെയോ പ്രതികൂല സാഹചര്യങ്ങളെയോ നീ ഭയക്കുക തന്നെ ചെയ്യും. നിനക്ക് ഇനി എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ഭഗവാൻ ചോദിച്ചു. അവൻ കുറ്റബോധത്താൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് പറയുന്നത് സത്യമാണ്. ഏത് രൂപം സ്വീകരിച്ചിട്ടും എൻ്റെ ഭയവും സ്വഭാവവും എന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് മനസ്സിലാക്കുന്നു, ഞാൻ ഒരു എലിയാണ്. മാളമുണ്ടാക്കി താമസിക്കാൻ എനിക്ക് നന്നായി അറിയാം. ഭക്ഷണം കണ്ടെത്താനും പൂച്ചകളിൽ നിന്ന് രക്ഷപ്പെടാനും എനിക്ക് കഴിയും. എന്നാൽ ഈ പുതിയ ജീവിതത്തിൽ ഞാൻ ബുദ്ധിമുട്ടുന്നു. അവൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, പ്രഭോ, അത്യാഗ്രഹിയായ എൻ്റെ തെറ്റുകൾ മറന്ന് അങ്ങ് എന്നെ പഴയ എലിയാക്കി മാറ്റാമോ? ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പലരും തങ്ങളുടെ കഴിവുകൾ മറന്ന് മറ്റുള്ളവരെ പോലെയാകാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ തൻ്റെ കഴിവുകളിൽ വിശ്വസിച്ച് പ്രയത്നം കൊണ്ട് മറ്റു പലരും വിജയം കൈവരിക്കുന്നു. നീ ഇനിയെങ്കിലും നിന്റെ കഴിവുകളെ വിശ്വസിച്ച് ജീവിക്കൂ. ഭഗവാൻ അവനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി. അവൻ ആനയുടെ രൂപത്തിൽ നിന്നും മാറി പഴയ എലിയായി മാറി. ഭയം മാറി അവൻ ആത്മവിശ്വാസത്തോടെ അവിടെ നിന്നും ഓടിയകന്നു, തൻ്റെ പുതിയ മാളം നിർമ്മിക്കാൻ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അടയാളപ്പെടുത്തുക. നന്ദി, നമസ്കാരം.